ഷാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ മണപ്പുറം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ. സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമൊക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. മെയ് 17 വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമത്തിൽ മണപ്പുറം ആശ്രമ കെട്ടിടത്തിന് അന്നത്തെ പ്രിയോർ ജനറാളായിരുന്ന ബഹുമാനപ്പെട്ട നേര്യംപറമ്പിലച്ചൻ തറക്കല്ലിട്ടു. 6 മാസം കൊണ്ട് കെട്ടിടം പൂർത്തിയാക്കി. 1926 ഡിസംബറിൽ പ്രഥമ മണപ്പുറം വികാരിയായി ബഹുമാനപ്പെട്ട പാലക്കൽ തോമാച്ചനും കൂട്ടരും മണപ്പുറത്ത് താമസമാക്കി. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ആത്മീയത പിതാവിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് ജനങ്ങളിലേക്ക് പ്രസരിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സഭയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കാണുക. സെന്റ് തെരേസാസ് സ്കൂളിലും ഇതുപോലെ തന്നെ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ദർശനമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുക. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നും ഈ സ്കൂളിൽ നിലനിൽക്കുക. എല്ലാവരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. ഈശോ മിശിഹായുടെ തിരുപ്പിറവി, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാന സാരാംശം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നു സിജന രാജേഷ് ആൻഡ് രാഗമാലിക ബി. Tarigidom takka
പുത്രനെ പരിശുദ്ധാത്മനെ ഉൾക്കൂടിടം പിറந்தവനേ
നീരുണ്ടിരമേ എന്നാവിനമുതമേ ആനന്ദമേ കേട്ടു சொல்லும் பாவம் கூடலகற்றிடு நீற்றுமேல் நடந்த நாயகனே உணர்ந்துயர்ந்தவன் உலக நாயகனே மரிய சுதனே கர்த்தனே உணர்ந்துயர்ந்தவன் உலக நாயகனே கர்த்தனே ഇത് നമ്മുടെ ഗൈഡ് വിഭാഗത്തിലുള്ള കുട്ടികളാണ്. നമ്മുടെ അനില ടീച്ചറും നിത്യ ടീച്ചറാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവർ നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തൊന്ന് പോയിട്ട് വരാം. എൻ്റെ പേര് അനില ആൻ്റണി, ഇത് നിത്യ ആൻഡോ. ഞങ്ങൾ രണ്ടുപേരുമാണ് സെയിൻറ്റ് റിസസ് സ്കൂളിലെ ഗൈഡ് ക്യാപ്റ്റൻസ്. ഇവിടെ 2 യൂണിറ്റുകളാണ് ഗൈഡിനുള്ളത്. 20 വർഷത്തോളമായി ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു സംഘടനയാണ് ഗൈഡ്. 2 യൂണിറ്റുകളുമായിട്ട് 58ഓളം കുട്ടികൾ ഗൈഡിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. കുട്ടികളുടെ മാനസികവും ഭൗതികവും ശാരീരികവുമായ തലങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് അവരെ സമൂഹത്തിനും അതുപോലെ നാടിനും സ്കൂളിനും ഒക്കെ മാതൃകയാകുന്ന ഒരു നല്ല വിദ്യാർത്ഥികളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം തന്നെ. നമ്മുടെ ഇവിടെ സ്കൂളിലെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് ഗൈഡ് വിദ്യാർത്ഥികളാണ്. കുട്ടികളുടെ സ്വഭാവത്തിലെ ഡിസിപ്ലിനും അതുപോലെ തന്നെ അവരുടെ സന്നദ്ധതാ മനോഭാവം, ഏതൊരു പ്രവൃത്തിയിലും മുന്നിട്ട് വന്ന് ചെയ്യാനുള്ളൊരു മനോഭാവം തന്നെയാണ് മറ്റു കുട്ടികളിൽ നിന്നും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഗൈഡ് വിദ്യാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതകഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു ആരാധ്യ ആൻ്റണി ആൻഡ് ശ്രീനിക വിമല്യ. നമസ്കാരം. ചെറുപുഷ്പമേ വിശുദ്ധയായി തലമുറകൾക്കു നീ മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. ചെറുപുഷ്പം എന്നറിയപ്പെട്ട മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ പനിനീർ പൂ പൊഴിക്കുന്ന കൊച്ചു ത്രേസ്യയുടെ പുണ്യജീവിതം നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു മാതൃകയാണ്. ഫ്രാൻസിലെ ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു തെരേസയുടെ ജനനം. 1873 ജനുവരി 2 പിതാവ് ലൂയി മാർട്ടിൻ, അമ്മ സെലിൻ കുര്യൻ ഇവരുടെ 9 മക്കളിൽ 4 പേരെ ദൈവം തിരികെ വിളിച്ചു. പിന്നെ 5 പെൺകുട്ടികൾ. അവരിൽ ഏറ്റവും ഇളയവളായിരുന്നു നമ്മുടെ തെരേസ. അതിസുന്ദരിയായ തെരേസ ചേച്ചിമാരുടെ പുന്നാര കുട്ടിയായിരുന്നു, അമ്മയുടെ പൊന്നോമന. ചെറുപുഷ്പമേ വിശുദ്ധയായി തലമുറകൾക്കു നീ മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. പക്ഷേ ആ നല്ല നാളുകൾ അധികം നീണ്ടു നിന്നില്ല. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അമ്മയുടെ മരണം ആ ഇളം മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മയെ പോലെ ആരുണ്ടെനിക്കിനി ഉമ്മ തരാനും ഉറക്കുവാനും, കരുണ തൻ കഥകൾ പറഞ്ഞു തന്നമ്മയെ കരുണയില്ല കാലം കൊണ്ടുപോയി. പിന്നീട് മാർട്ടിൻ തന്നെ മക്കളെയും കൊണ്ട് ലിസ്യുവിലേക്ക് താമസം മാറ്റി. വിശാലമായ പുരയിടത്തിൽ ഒരു വലിയ വീട്, ചുറ്റും പൂന്തോട്ടം. അതാ
അവിടെ വിടർന്നു നിൽക്കുന്ന പനിനീർ പൂക്കളോട് കിന്നാരം പറഞ്ഞും കഥ പറഞ്ഞും പ്രാർത്ഥനകളുമായി തെരേസ അവളുടെ ജീവിതം സന്തോഷപ്രദമാക്കി. അന്നേ ഉണ്ണീശയായിരുന്നു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷേ ആ സന്തോഷത്തിൻ്റെ നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് 10 വയസ്സുള്ളപ്പോൾ ഒരു മഹാവ്യാധി അവളെ പിടികൂടി. ആഴ്ചകൾ കടന്നുപോയി. രോഗം മൂർച്ഛിച്ചു വരുന്നു. അവളുടെ മരണം ഉറപ്പിച്ചു ആ കുടുംബം. അവൾക്ക് ചുറ്റുമിരുന്ന് അപ്പനും ചേച്ചിമാരും കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ മുഴുകി. തെരേസ കനിവിനായി കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചു. കനിവിൻ നിറവേ കന്യാമറിയമേ, ഇനി നീയില്ലാതാരെനിക്ക്. ഞാനിതാ ഒരുങ്ങി നിൽപ്പൂ നിൻ പാദം പോകുവാനായി. അമ്മേ കനിയണമേ, എന്നിൽ കൃപൈകണേ. നിഷ്കളങ്കമായ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. 7 ആഴ്ചകൾക്കു ശേഷം പരിശുദ്ധ മാതാവ് രോഗസൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു. പൗളിൻ ചേച്ചിയെ പോലെ കർമ്മല മഠത്തിൽ ചേർന്ന് സന്യാസിയായി തീരാൻ അവൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹം അവൾ പിതാവിനോട് പറഞ്ഞു. ദൈവഹിതം അനുസരിക്കുക, ഇതായിരുന്നു പിതാവിൻ്റെ മറുപടി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മഠത്തിൽ ചേരാനുള്ള അനുമതി അവൾക്ക് ലഭിച്ചു. ത്യാഗങ്ങളും ഉപവിപ്രവർത്തികളും നിറഞ്ഞ സന്യാസ ജീവിതം അവൾ ഏറെ ആസ്വദിച്ചു. കൊച്ചു ത്രേസ്യയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, സഹനം എൻ്റെ നേരെ കൈകൾ നീട്ടി, ആ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു മഹാവ്യാധി ക്ഷയരോഗം അവളെ ബാധിച്ചു. ശരീരം ക്ഷീണിച്ചു. വേദന കൊണ്ട് യേശുവിനെ വിളിച്ച് കരയാൻ തുടങ്ങിയവൾ ഉറക്കമില്ലാത്ത രാത്രികൾ തൻ്റെ പ്രാണനായ യേശുവിൻ്റെ പക്കലേക്ക് യാത്രയാകാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. കാത്തിരിക്കുന്നു ഞാൻ യേശുവേ, നിറമനസോടെ നിന്നെ പുൽകാൻ. നിറ കണ്ണുമായി ഞാൻ കാത്തിരിപ്പൂ ഈശോ എൻ്റെ നാഥ, ഈശോ എൻ്റെ നാഥ. ഒടുവിൽ 1897 സെപ്റ്റംബർ 30 24ാമത്തെ വയസ്സിൽ ആ ചെറുപുഷ്പം സ്വർഗത്തിലേക്ക് യാത്രയായി. കനിവിൻ്റെ കതിരൊളി വിതറിയ പനിനീർ പൂവൊന്നിറുത്തു കാലം, കുളിർ കാറ്റുപോലും നിശബ്ദമായി, കരിനിഴൽ പോലും മാഞ്ഞുപോയി. ഞാൻ അവനെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നു പറഞ്ഞ് സ്വർഗത്തിലേക്ക് മടങ്ങിയ കൊച്ചു ത്രേസ്യയെ 1925 മെയ് 17 സഭ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. മാതാപിതാക്കൾ മക്കളെ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ദൈവ ആശ്രയത്തിലും വളർത്തുമ്പോൾ ആ കുടുംബം സ്വർഗമാകും. ഓരോ കുടുംബവും ഓരോ സ്വർഗമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സമർപ്പിക്കുന്നു. ചെറുപുഷ്പമേ വിശുദ്ധയായി, തലമുറകൾക്കു നീ മാതൃകയായി. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. നന്ദി, നമസ്കാരം. പുതിയ 2 നില കെട്ടിടത്തിന് തറ പണി നടത്തിയത് ബഹുമാനപ്പെട്ട തോമാച്ചൻ തന്നെയായിരുന്നു. 1929 ബഹുമാനപ്പെട്ട തോമാച്ചന്റെ പിൻഗാമിയായി വന്ന ബഹുമാനപ്പെട്ട ബർത്തോൾഡ് അച്ഛൻ കെട്ടിടം പണി പൂർത്തിയാക്കി.
1932 കാനോനിക ഭവനമാക്കി ഉയർത്തിയ ചെറുപുഷ്പ ആശ്രമത്തിന്റെ ആദ്യത്തെ പ്രിയോർ ബഹുമാനപ്പെട്ട ബെർത്തോൾഡച്ചൻ തന്നെയായിരുന്നു. 1936 CMI അച്ഛന്മാർ മണപ്പുറത്ത് താമസമാക്കിയ കാലം മുതൽ പള്ളിപ്പുറം ഇടവകയുടെ വടക്കേ അതിർത്തിയിലും തൈക്കാട്ടുശ്ശേരി ഇടവകയുടെ വടക്ക് കിഴക്കേ അതിർത്തി പ്രദേശത്തും ഉള്ള ഏവരുടെയും ആധ്യാത്മികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അടുത്തതായി മുറിവുണക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ വചസ്സുകളുമായി അമേയ ബിജു ആൻഡ് ടീം. ജനഘോഷം തുടങ്ങുക